പ്രശസ്തമായ നാഗമഠത്ത് തറവാട്ടിലെ മുത്തശ്ശിക്ക് പ്രായാധിക്യമായത് കാരണം അനന്തരാവകാശിക്ക് വേണ്ടി അന്വേഷണം തുടങ്ങി. അതോടെ ആ തറവാട്ടിൽ ദുരന്തങ്ങളുടെ കൊടുങ്കാറ്റ് ആഞ്ഞടിക്കാൻ തുടങ്ങി. ശിവലിംഗത്തിൽ കെട്ടുപിണഞ്ഞു കിടക്കുന്ന നാഗങ്ങളെ സ്വപ്നം കാണുന്ന ആളാകും മുത്തശ്ശിയുടെ പിന്മുറക്കാരിയെന്ന് പ്രവചിക്കപ്പെട്ടതോടെ ബാംഗ്ലൂരിൽ പഠിക്കാൻ പോയ വൈഷ്ണവിയിലേക്ക് നിയോഗം നീണ്ടുചെന്നു. ഇഷ്ടമുള്ള പുരുഷനോടൊപ്പം ദാമ്പത്യ ജീവിതം നയിക്കാൻ ഇഷ്ടപ്പെടുന്ന വൈഷ്ണവി ഈ ഊരാക്കുടുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ ഉപായങ്ങൾ തേടി. കാമുകനും കൂട്ടുകാരുമൊത്ത് തറവാട്ടിലെത്തിയ വൈഷ്ണവിയുടെ കൂട്ടുകാരന്റെ കൈപ്പിഴ മൂലം വർഷങ്ങൾക്ക് മുൻപ് കൊല ചെയ്യപ്പെട്ട ഒരു നാഗം മൺപുറ്റിനുള്ളിൽ നിന്ന് സ്വതന്ത്രമാക്കപ്പെട്ടു. ദക്ഷകയുടെ വേഷമെടുക്കുന്ന നാഗം നാഗമഠത്തെ ഓരോരുത്തരെയും കൊല്ലാൻ തീരുമാനിക്കുമ്പോൾ സർവശക്തനായ ശിവനാഗം ദക്ഷകയുടെ വഴിമുടക്കുന്നു. കണ്ണിലെ കൃഷ്ണമണി പോലെ നാഗമഠത്തെ മുത്തശ്ശി കാത്തുസൂക്ഷിച്ച മുത്തച്ഛൻ കാവും തറവാടും ദക്ഷകയുടെ പൈശാചിക നീക്കങ്ങൾ മൂലം അംഗപ്പറമ്പാകുന്നു. രാക്ഷസിയും ദൈവവും മുഖാമുഖം കാണുന്ന അംഗം. കുളക്കടവാണ് ഒരു പ്രേമം മുട്ടിടാൻ പറ്റിയ സ്ഥലം. ദക്ഷിണ ഇങ്ങോട്ടൊന്നും പറഞ്ഞില്ലെങ്കിലും അങ്ങോട്ട് മുൻകൈ എടുത്ത് പറയാം. ആദ്യമേ ഞാൻ കയറി മുട്ടിയാ വേറൊരുത്തനും കയറി അറ്റാക്ക് ചെയ്യില്ല. ഞാൻ പറഞ്ഞത് ദക്ഷിണയുടെ മനസ്സിൽ അങ്ങനെ കിടക്കുകയും ചെയ്യും. രാഹുലിനെയും ഈശ്വരനെയും ഒഴിവാക്കിയത് വളരെ 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 നന്നായി. ദക്ഷിണ എവിടെ? അവൾ ഇതുവരെ ഇവിടെ എത്തിയില്ലേ? എത്തേണ്ടതാണല്ലോ. ഈ സാരി അവള് കൊണ്ടുവന്നല്ലേ? ഒരു ഐഡിയ. ദക്ഷിണ ഇങ്ങോട്ട് വരികയാണെങ്കിൽ പാമ്പിന്റെ പേരും പറഞ്ഞ് അവളെ പേടിപ്പിക്കാം. അതുവഴി ദക്ഷിണയുമായി പ്രണയത്തിലേക്ക് കടക്കാം. ദക്ഷിണ, അയ്യോ, പാമ്പുള്ള കുളത്തിലാണോ നീ കുളിക്കുന്നത്? അവിടെ നിന്ന് കൂടി കേറി വാ. ഈ കുളത്തിൽ വലിയൊരു മുട്ടം പാമ്പുണ്ടെന്നേ. അത്രയും വലിയ നാഗമോ? അല്ല, അത്രയില്ല, ഇത്രയ്ക്കും വരും. വേഗം കയറി വന്നേ, വാ. സുന്ദറിന് നാഗത്തിന് വലിയ പേടിയാണല്ലേ? നാഗത്തെ ആർക്കാ പേടിയില്ലാത്തെ? എനിക്ക് പേടിയില്ല. അതെന്താ? ഞാൻ നാഗകുലത്തിലൊരു സന്തതിയല്ലേ, അതുകൊണ്ട് നാഗങ്ങൾ എന്നെ ഒന്നും ചെയ്യില്ല. എനിക്ക് നാഗത്തെ പേടിയേ ഇല്ല. എന്തൊരു ധൈര്യം. സുന്ദർ കുളിക്കാനായി വന്നതല്ലേ? കുളിക്കുന്നില്ലേ? കുളത്തിൽ ഞാൻ കുളിക്കാനോ? ഇത് പാമ്പുള്ള കുളമല്ലേ? അതിനെന്താ, വാ സുന്ദർ. ഓ അല്ല, അത് പിന്നെ എനിക്ക് നീന്താൻ അത്ര വശമില്ല. നീന്താൻ അറിയില്ലേ? കുഴപ്പമില്ല, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. സുന്ദറിനെ ഞാൻ നീന്തൽ പഠിപ്പിക്കാം. എന്താ പറഞ്ഞേ? സുന്ദറിനെ ഞാൻ നീന്തൽ പഠിപ്പിക്കാന്ന്. അതൊക്കെ ഒരു ബുദ്ധിമുട്ടാവില്ലേ? പാമ്പുള്ള കുളത്തിലേക്കാണല്ലോ ഇവളെ നീന്തൽ പഠിപ്പിക്കാൻ വിളിക്കുന്നേ. ആലിപ്പഴം പഴുത്തപ്പോ കാക്കയ്ക്ക് വായ്പുണ്ടെന്ന് പറഞ്ഞ പോലെയായി എന്റെ അവസ്ഥ. എന്താ സുന്ദർ വരുന്നില്ലേ? അത് പിന്നെ വരുന്നേ. ഓ, എന്നാ പിന്നൊരു കൈ നോക്കിയേക്കാം. ഇതെന്താ താനിവിടെ? അത് തന്നെ എനിക്കും ചോദിക്കാം. നീ എന്താ ഇവിടെ? തനിക്ക് നാണുല്ലടോ പെണ്ണുങ്ങൾ കുളിക്കുന്നിടത്ത് വന്ന് നിൽക്കാൻ? ഞാൻ കുളിക്കാൻ വന്നതാ, അപ്പഴാ ഇവിടെ ദക്ഷിണ കുളിക്കുന്ന കണ്ടേ. അയ്യടാ, കൂടുതലൊന്നും പറയണ്ട, കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. മനസ്സിലാക്കി കളഞ്ഞല്ലേ? ഓ, നീ ഇങ്ങോട്ട് വരണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ, പിന്നെന്തിനാ വന്നത്? നീ എന്തിനാടി ഇങ്ങോട്ട് വന്നത്? എടോ, പൊഞ്ചാരടിക്കാനും സമ്മതിക്കില്ല. ദക്ഷിണയെ കുളി കഴിഞ്ഞ ശേഷം ക്ഷേത്രത്തിൽ കൊണ്ടുപോയി തൊഴുതിട്ട് വരാൻ മുത്തശ്ശി പറഞ്ഞു. ക്ഷേത്രത്തിലോ? അതെ. ദക്ഷിണ എന്താ നിന്നത്? ക്ഷേത്രത്തിനകത്തേക്ക് വരുന്നില്ലേ? അത് ഞാൻ ശ്രീകോവിലിന്റെ മുമ്പിലെത്തി നാഗദേവിയെ തൊഴുതു നിന്നാൽ നമ്മൾ പരിസരം തന്നെ മറന്നുപോകും. അത്രയ്ക്ക് ചൈതന്യ ഇവിടുത്തെ നാഗദേവിക്ക്. ഞാൻ ഈ ക്ഷേത്ര പരിസരമൊക്കെ ഒന്ന് കാണട്ടെ. അപ്പോഴേക്കും കല്യാണി അകത്തുപോയി തൊഴുതിട്ട് വരൂ, ഞാൻ പിന്നീട് തൊഴുതോളാം. അത് പറ്റില്ല. മുത്തശ്ശി രേണുവെടുത്തിയും പ്രത്യേകം പറഞ്ഞു ഏൽപ്പിച്ച കാര്യ. ഞാൻ ദക്ഷിണയെ അകത്ത് കയറ്റി തൊഴുത ശേഷേ പോരൂ. വരൂ, നമുക്ക് അകത്ത് പോയി തൊഴുതു വന്നിട്ട് ഇവിടെ മുഴുവൻ ചുറ്റിക്കാണാം.
ക്ഷേത്രത്തിനകത്ത് കയറ്റി അടങ്ങുമല്ലേ? എന്താ ദക്ഷിണേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ്, ഒരു പ്രശ്നവുമില്ല. എന്നാ വാ, തൊഴുതിട്ട് നമുക്ക് ഇല്ലത്തേക്ക് പോകണ്ടേ? ശരി, വാ. എന്താ ദക്ഷിണേ? ഏയ്, ഒന്നുമില്ല. എന്നാ പിന്നെ വാ, തൊഴുതിട്ട് വരാം. ക്ഷേത്രത്തിൽ നിന്ന് തൊഴുതിറങ്ങിയിട്ടുണ്ടാവുന്ന ഞാൻ കരുതിയേ. ഓ, ഇതുവരെ തൊഴുതു കഴിഞ്ഞില്ല അല്ലേ? താൻ എന്തിനാ ഇവിടെ വന്നത്? അല്ല, അത് പിന്നെ ദക്ഷിണ തൊഴുതിറങ്ങുമ്പോ മനയിലേക്ക് തനിച്ചല്ലേ പോവേണ്ടത്. ഞാൻ കൂടി ഉണ്ടെങ്കിൽ എന്തെങ്കിലും മിണ്ടിയും പറഞ്ഞും പോവാലോ. മാത്രമല്ല, വഴിയിലൊക്കെ പെണ്ണുങ്ങളെ കാണാത്ത ചില ടൈപ്പ് ആളുകൾ ഉണ്ടാവുന്നേ. അതിനിപ്പോ സുന്ദറിന്റെ ആവശ്യമില്ല. ദക്ഷിണ ഇല്ലത്തേക്ക് എത്തിക്കാൻ ഞാൻ മാത്രം മതി. താൻ കുളിക്കാനായി വന്നതല്ലേ, പോയി കുളിക്ക്. അത് വരൂ ദക്ഷിണേ. ഞാനിപ്പോ ക്ഷേത്രത്തിലേക്ക് കയറുന്നില്ല കല്യാണി. അതെന്താ? എനിക്കിപ്പോ ക്ഷേത്രത്തിൽ കയറേണ്ടെന്ന് തോന്നുന്നു. ഇപ്പോ ക്ഷേത്രത്തിൽ കയറാൻ പറ്റിയ സാഹചര്യമല്ല. കല്യാണി വന്ന സ്ഥിതിക്ക് തൊഴുതിട്ട് വരൂ. ഞാൻ പോട്ടെ? അതെ, ഞാനും കൂടെ വരാം. പാപ്പോ വേണ്ട സുന്ദർ, കല്യാണി തനിച്ചല്ലേ ഇല്ലത്തേക്ക് പോകേണ്ടത്. അത് കുഴപ്പമില്ല. കൂട്ടായി അവളുടെ കൂടെ പോകുന്നുള്ളൂ. ഞാനും വരായിരുന്നു. വേണ്ട. കല്യാണി, ദക്ഷിണ ക്ഷേത്രത്തിൽ കയറാൻ പറ്റാത്ത സാഹചര്യം എന്ന് പറഞ്ഞില്ലേ, അതെന്തായിരിക്കും? കല്യാണി പറഞ്ഞിട്ട് പോയോ? അതെന്താ അവളങ്ങനെ പറഞ്ഞേ? ആർക്കറിയാം. ഈശ്വരാ, ആ ദക്ഷിണെ ചുറ്റിപ്പറ്റി കാര്യം അവതരിപ്പിക്കാനുള്ള പണി പാളിയല്ലോ. കല്യാണി ഇടംകൊലായത്. ഇനി അടുത്ത അവസരം വരുമ്പോ മിസ് ചെയ്യരുത്. നീ കുളിക്കാനല്ലടാ ധൃതി പിടിച്ചോടിയത്. എന്നിട്ടെന്താ കുളി നടന്നില്ലേ? കുളി മാത്രല്ല, ഇവൻ ഉദ്ദേശിച്ചു പോയ ഒരു കാര്യവും നടന്നില്ലെന്നാ തോന്നുന്നത്. എന്താടാ നീ ഇങ്ങനെ ഫ്യൂസായിട്ട് നിൽക്കുന്നത്? ഞങ്ങളും കൂടെ വരാന്ന് പറഞ്ഞപ്പോ എന്തായിരുന്നു നിന്റെ ഭാവം? നീ ദക്ഷികയെ കണ്ടുപേടിച്ച് തിരികെ പോന്നതാണോ? ഞാൻ ആരെയും കണ്ട് പേടിച്ചു വന്നൊന്നല്ല. ഞാൻ കുളിക്കാനായി തന്നെ പോയതാ. കുളക്കടവിൽ ചെന്നപ്പോ അവിടെ ദക്ഷിണ കുളിക്കുന്നു. ദക്ഷിണ കുളത്തി കുളിക്കുന്ന? ഇപ്പൊ കാര്യം പിടികിട്ടി. സത്യം പറ, ദക്ഷിണയുടെ അടി കിട്ടിയോടാ നിനക്ക്? നോക്കട്ടെ. പോടാ അവിടുന്ന്. ദക്ഷിണ എന്നെ അടിക്കാനോ? അതിന് ഞാനും ദക്ഷിണയും തമ്മിലുള്ള റിലേഷനെ പറ്റി നിനക്കൊക്കെ എന്തറിയാം? ഓഹോ, അത് ശരി. അപ്പൊ അവിടെ വരെ എത്തി കാര്യങ്ങള്. നീയും ദക്ഷിണ തമ്മിൽ എത്ര നാളായി ഇത്രയും വലിയ റിലേഷൻ? വല്ല ലവ് അഫെയറും ആയോ? ഞാനും ദക്ഷിണയും തമ്മിലുള്ള റിലേഷനില് ഇവന്മാർക്ക് എന്തോ ആദ്യം കേറിയിട്ടുണ്ട്. ഇനി ഇവന്മാരൊന്ന് ലെവലാക്കി കളയാം. നിന്നോടാ ചോദിച്ചത്, നീ അവളെ തമ്മിൽ ലവ് ആയോന്ന്? അപ്പൊ നീ കല്യാണി വിട്ടോ? എടാ, നീയൊക്കെ എന്നെ പറ്റി എന്താ വിചാരിച്ചിരിക്കുന്നേ? ഇവിടുത്തെ കുശ്നിക്കാരി കല്യാണിയുടെ വലയില് ഞാൻ വീഴുന്ന? എടാ, ദക്ഷിണയെ പോലെ സുന്ദരിയായൊരു പെണ്ണുമായിട്ട് എനിക്ക് റിലേഷൻ ഉള്ളപ്പോ കല്യാണിക്ക് ആര് മൈൻഡ് ചെയ്യാനാ? ഇന്ന് കുളക്കടവിൽ ചെന്നപ്പോ ശരിക്കും നടന്ന എന്താണെന്ന് നിങ്ങൾക്കറിയോ? ഇല്ല, നീ പറ. എടാ, എനിക്ക് നീന്താൻ അറിയില്ലെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാലോ. നീ എന്താ നീന്താൻ പഠിച്ചോ? ആര് പഠിപ്പിച്ചു എന്താടാ ചോദിക്കാത്തെ? ആര് പഠിപ്പിച്ചു? ദക്ഷിണ. അവളിൽ തന്നെ നീന്താൻ പഠിപ്പിച്ചു. നീന്താനാ? അവളുടെ കൈകളിൽ കിടന്ന് ഞാൻ നീന്തി തുടിച്ചു. എന്നിട്ടെന്താകാൻ? ഞാൻ കൈകാലിട്ടടിച്ചങ്ങ് നീന്തി. സുന്ദരേ, എന്നെ രക്ഷിക്കണേ നീ ഉറക്കെ വിളിച്ചില്ലേ? ഓടാ. എങ്ങനെ നിലവിളിക്കാനാടാ? വായിലും മൂക്കിലും വെള്ളം കയറിയിട്ടുണ്ടാവും. ആക്ച്വലി നീ ഈ സ്വപ്നം കണ്ടിട്ട് എത്ര ലിറ്റർ വെള്ളം കുടിച്ചു? എടാ, നിനക്കൊക്കെ എന്താണ് എന്നെ വിശ്വാസം വരുന്നില്ലേ? എടാ, വിശ്വാസം വരണമെങ്കിലേ ഞങ്ങൾക്ക് നീ നീന്തി തുടിക്കുന്നത് നേരിട്ട് കണ്ണിൽ കാണണം. ഓ, നീ ഒന്നും വിശ്വസിക്കണ്ട. ദക്ഷിണയും ഞാനും തമ്മിൽ റിലേഷനിലാണെന്ന് കേട്ടപ്പോ നിനക്കൊക്കെ അസൂയ. എടാ, നിനക്ക് അവളോട് അങ്ങോട്ട് പ്രേമോണ്ടായിട്ട് എന്താടാ കാര്യം? അവൾക്ക് ഇങ്ങോട്ടും തോന്നണ്ടേ? ഓ, അത് നിന്നോട്. എടാ, അന്ന് കാവിൽ വെച്ച് ഫസ്റ്റ് കണ്ടപ്പോ തന്നെ അവള് വീണടാ. എടാ രാഹുലേ, കേട്ടിടത്തോളം ഒന്നുകിൽ ആ ദക്ഷിണയ്ക്ക് എന്തോ തകരാറുണ്ട്, അല്ലെങ്കിലേ ഇവൻ എന്തോ കുഴപ്പമുണ്ട്. ദളിയ, നീ ചുമ്മാ ഒരുമാതിരി. നീ ആ പെണ്ണിനെ കയറി പ്രേമിച്ച് അടിയും വാങ്ങി എനിക്കും വൈഷ്ണവിക്ക് നാണക്കേടുണ്ടാക്കല്ലേ? നീ വാടാ. എടാ, ഞാൻ വിളക്കൂടാ, അവളെ തന്നെ വിളയ്ക്കും.
ഏയ് സുന്ദർ, ഭാഗ്യം ആരുമില്ല. എന്താ ദക്ഷു? സുന്ദറിന് ആരോടെങ്കിലും പ്രേമമുണ്ടോ? ഏയ്, ഞാൻ അത്രക്കാരനൊന്നുമല്ല. പ്രേമം ഒന്ന് കേൾക്കുന്നത് തന്നെ എനിക്ക് അലർജിയാ. എന്താ ദക്ഷു ചോദിച്ചേ? പക്ഷേ സുന്ദറിന്റെ മുഖം കണ്ടിട്ട് ആരോ പ്രേമിക്കണമെന്ന് ആഗ്രഹമുള്ളതുപോലെ തോന്നുന്നല്ലോ. ഏയ്, അത് വെറുതെ തോന്നുന്നായിരിക്കും. കുളക്കടവിൽ വെച്ച് നമ്മൾ തമ്മിൽ കണ്ട കാര്യം കൂട്ടുകാരോട് പറഞ്ഞിരുന്നോ? അത് പറഞ്ഞു അല്ലേ? പറഞ്ഞു, പക്ഷേ വേറെന്തെങ്കിലും പറഞ്ഞോ? ഏയ്, വേറെന്ത് പറയാൻ, ഒന്നും പറഞ്ഞില്ല. പക്ഷേ ആരോ നീന്തൽ പഠിപ്പിച്ചതായി പറഞ്ഞില്ലേ? നീന്തൽ പഠിപ്പിച്ചതായി പറഞ്ഞു. ആരാ സുന്ദറിനെ നീന്തൽ പഠിപ്പിച്ചത്? ആരുടെ കയ്യിൽ കിടന്ന നീന്തി തുടിച്ചത്? അത് നമ്മുടെ ഈശ്വരന്റെ കാര്യമല്ലേ? ഈശ്വരനെ നീന്താൻ പഠിപ്പിച്ച കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഓഹോ, അപ്പോ നീ ഈശ്വരന്റെ കൈകൾ കിടന്നാണോ നീന്തി തുടിച്ചത്? അതെ. എന്താ സംശയം? ഏയ് അല്ല, ദക്ഷു എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? ഏയ് ഒന്നുമില്ല, വെറുതെ ചോദിച്ചതാ. എന്ന് ഞാൻ പോട്ടെ. അല്ല അല്ല അവളെന്തിനാ അങ്ങനെയൊക്കെ ചോദിച്ചേ? കൈകളിൽ കിടന്ന് നീന്തി തുടിച്ച കാര്യം ഞാൻ പറഞ്ഞത് ഇവളെങ്ങനെ അറിഞ്ഞു? ഇവള് രാഹുലിനോട് എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടാവോ? ഏയ്, അങ്ങനെയൊന്നും വരാൻ വഴിയില്ല. അളിയ, സുഖല്ലേ? ഓ, ഇച്ചിരി സൂക്കറുണ്ട്. എന്തേ ആ ദക്ഷിണയായിട്ട് നിനക്കെന്താ ഇത്ര വലിയ സംസാരം? ഇവന് ഞാനും ദക്ഷിണയും തമ്മിൽ സംസാരിച്ചത് എന്താണെന്ന് മനസ്സിലായാലും തോന്നുന്നു. ഭാഗ്യത്തിന് ഇവനൊന്നും കേട്ടിട്ടില്ല. നിന്നോടാ ചോദിച്ചത്. ആ, എന്തിനാ നീ ദക്ഷിണയുടെ പുറകെ നടന്ന് ശല്യം ചെയ്യുന്നെന്ന്? കൊള്ളാം. ഞാൻ അവളുടെ പുറകെ നടന്ന് ശല്യം ചെയ്യുന്നോ? അവൾ എന്റെ പുറകെ നടന്ന ശല്യം ചെയ്യുന്നത്? നിങ്ങൾ തമ്മില് എന്താടാ സംസാരിച്ചത്? ഓ, അല്ല, കുളത്തിലെ സംഭവത്തിന് ശേഷം ദക്ഷിണയ്ക്ക് എന്നോട് എന്തോ ഒരു അടുപ്പം. കുളത്തിൽ നടന്ന കാര്യം കൂട്ടുകാരോട് പറയരുതെന്ന് പറയാനാ അവൾ ഇപ്പൊ എന്നെ കണ്ടത്. അങ്ങനെ പറഞ്ഞോളൂ. പറഞ്ഞൂടാ. അവളും ഞാനും തമ്മിൽ സംസാരിക്കുന്ന ഒരു കാര്യവും ഞാൻ ഫ്രണ്ട്സിനോട് പറയരുതെന്ന് അവൾ പ്രത്യേകം പറഞ്ഞു. അതുകൊണ്ട് ആരെന്ത് ചോദിച്ചാലും ഞാൻ പറയില്ല. പറഞ്ഞാലും നിങ്ങളാരും വിശ്വസിക്കില്ലല്ലോ. നീ ആള് കൊള്ളാമല്ലോ സുന്ദർ. ഞങ്ങൾക്ക് പേഴ്സണലായിട്ട് പല കാര്യവും ഡിസ്കസ് ചെയ്യാനുണ്ട്. നീ ഒന്ന് പോയേ. ഐ എം വെരി ബിസി നൗ. ഇവൻ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? ചെല്ലടാ. പൊക്കോ പൊക്കോ പൊക്കോ, പോടാ. നിന്നെ ഞാനൊരു പാഠം പഠിപ്പിക്കും. അയ്യോ, ആരെന്നെ അടിച്ചേ? ആരോ ഒളിച്ചും തല്ലുന്നേ? താനെന്തേ കാണിക്കുന്നത്? ആഹാ, അത് ശരി. അപ്പൊ നീ എന്നെ ഒളിച്ചും തല്ലിയതല്ലേ? ഞാനോ? ഞാൻ എന്തിനാടോ ഇയാളെ തല്ലുന്നത്? എടി 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 എടി, നുണ പറയല്ലോ. അന്ന് നീ ഒളിച്ചു നിന്നെ വളയെറിഞ്ഞു, ഇപ്പൊ ഒളിച്ചു നിന്നെ തല്ലിയില്ലേ? ദേ, അനാവശ്യം പറയരുത്. എന്താ പ്രശ്നം? രണ്ടുപേരും കൂടി എന്തിനാ വഴക്കിടുന്നത്? രേണുവടുത്തി, ഇവളെന്നെ ഒളിച്ചും തല്ലി, എന്നിട്ട് തല്ലിയില്ലെന്ന് കള്ളം പറയുന്നു. എന്താ കല്യാണി ഈ കേൾക്കുന്നത്? രേണുവടുത്തി, ഞാൻ ഇയാളെ തല്ലേണ്ട കാര്യം എന്താ? ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഏതൊരു വളയും വാങ്ങി വന്നിട്ട് അത് ഞാൻ എറിഞ്ഞതെന്ന് നുണ പറഞ്ഞ ആളല്ലേ ഇവൻ. അന്ന് നീ തന്നെ എറിഞ്ഞത്, ഇപ്പൊ തല്ലിയത് നീ തന്നെയാ. ദേ, ഇങ്ങനെ വേണ്ടാതീനെ പറഞ്ഞുണ്ടാക്കിയാ ഉറപ്പായിട്ടും എന്റെ കയ്യിൽ തല്ല് കിട്ടും. കണ്ടോ 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 രേണുവടുത്തി, ഇപ്പൊ മനസ്സിലായില്ലേ? ഒന്ന് നിർത്ത സുന്ദരെ. കല്യാണി തല്ലുന്നത് സുന്ദർ കണ്ടോ? വളയെറിയുന്നത് കണ്ടോ? അത് ഞാൻ കണ്ടില്ല. എന്നാ പിന്നെ കാണാത്തതിനെയും കേൾക്കാത്തതിനെയും കുറിച്ച് ഒന്നും പറയണ്ട. രണ്ടുപേരും പോ. നിനക്ക് ഞാൻ വച്ചിട്ടുണ്ട്. രണ്ടുപേരോടും പോവാനല്ലേ പറഞ്ഞത്? രേണുവടുത്തി പറഞ്ഞോണ്ട് ഞാൻ ഇപ്പൊ പോകുന്നു. ഓ പിന്നെ ഇവരുടെ ഒരു കാര്യം. നീ എന്നാലോ സ്വാതി വെറുതെ വഴക്ക് പറയണ്ടായിരുന്നു. അല്ലെങ്കിൽ നീ തീരുമാനിച്ചിരിക്കുന്ന കാര്യത്തിന് ആരെങ്കിലും എതിര് പറഞ്ഞാ നിനക്ക് ദേഷ്യമാണല്ലോ. എടാ, സ്വാതി വേറൊന്നും പറഞ്ഞില്ലല്ലോ. ഈശ്വർ, നീ വീണ്ടും ആ നാഗപ്പുറ്റിനടുത്ത് പോവാൻ തീരുമാനിച്ചു അല്ലേ? സ്വാതി വന്ന് എല്ലാം നിന്നോട് പറഞ്ഞു അല്ലേ? കാവില് കയറരുതെന്ന് നിരോധിച്ചിരിക്കുന്ന ഈ സമയത്ത് അവിടെ പോകുന്നത് ശരിയല്ലാന്ന് സ്വാതി പറഞ്ഞതിനാണോ നീ അവളെ വഴക്ക് പറഞ്ഞത്? ആരെന്ത് പറഞ്ഞാലും ഇവൻ അവിടെ പോവും. അതാ അവന്റെ സ്വഭാവം. ഞാൻ ആ നാഗപ്പുറ്റിനടുത്ത് പോകുന്നതിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും, അത് മനസ്സിലാക്കിയാൽ മതി. ഓ, ആ കാരണം നാഗമാണിക്യം കണ്ടെത്താനാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാടാ. എടാ, അതിനകത്ത് അങ്ങനെ ഒരു സാധനം ഉണ്ടാവില്ല. ഈശ്വർ,
നീ ഇത്രയും വാശി പിടിക്കുന്നതിന്റെ കാരണം എന്താ? അതില് നാഗമാണിക്യം പോലുള്ള എന്തെങ്കിലും ഉണ്ടെന്ന് നിനക്കെങ്ങനെ മനസ്സിലായി? ഈ ഇല്ലത്തെ പഴയ ആളുകൾക്ക് പോലും മനസ്സിലാവാത്ത കാര്യം അത്. വൈഷ്ണവി, ഞാനിത് നെറ്റിൽ സെർച്ച് ചെയ്തപ്പോ ഒരു ഫേമസ് ഹെർപ്പറ്റോളജിസ്റ്റിന്റെ ജേണൽ വായിച്ചു. അതൊക്കെ പറഞ്ഞ നിങ്ങൾക്കാർക്കും വിശ്വാസം വരില്ല. അതെന്താ അളിയെ വിശ്വസിക്കാൻ കഴിയാത്ത ആ സംഗതി? എടാ, നാഗമാണിക്യം കയ്യിലുള്ള ഒരാൾക്ക് സൗഭാഗ്യങ്ങൾ വരിക മാത്രമല്ല, നാഗങ്ങളെ നിയന്ത്രിക്കാൻ വരെ കഴിയും. ഏത് ഉഗ്രനാഗവും നാഗമാണിക്യത്തിന്റെ ഉടമയുടെ മുമ്പിൽ പത്തി താഴ്ത്തു തന്നെ ചെയ്യും. ഈശ്വർ, നീ പറയുന്നതൊക്കെ ശരിയായിരിക്കും, പക്ഷേ രാത്രിയിൽ അവിടെ പോകുന്നത് റിസ്ക് ആണ്. അന്ന് രാത്രി പോയ അനുഭവം ഇപ്പൊ ഓർക്കാൻ എനിക്ക് കഴിയുന്നില്ല. എന്തായാലും ഞാൻ വരാൻ ഉദ്ദേശിക്കുന്നില്ല. ആര് വന്നാലും വന്നില്ലെങ്കിലും ഞാൻ അവിടെ പോയിരിക്കും. ഞാൻ ഉദ്ദേശിക്കുന്ന സാധനം അതിലുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് കണ്ടറിഞ്ഞ് തീർച്ചപ്പെടുത്തണം. അപ്പോ നീ എന്റെ രഹസ്യങ്ങൾ കണ്ടെത്തി അടങ്ങൂ എന്നാണല്ലേ? നീ അതിന് ശ്രമിക്കാതിരിക്കുന്നതാണ് നല്ലത്. എടാ ഈശ്വരൻ, ഇതിനൊക്കെ എന്തെങ്കിലും അടിസ്ഥാന തെളിവുണ്ടോ? ഡാ, ആ പുറ്റിനകത്തുനിന്ന് നിങ്ങൾക്കതിന്റെ സത്യം ഞാൻ തെളിയിച്ചു തരടാ. ഇന്ന് രാത്രി നിങ്ങൾ എന്റെ കൂടെ വാ. എല്ലാവരും കൂടി ഇവിടെ എന്തോ ഒരു ചർച്ച. അല്ല, ദക്ഷയുടെ ഉണ്ടായിരുന്നോ? അല്ല, നിങ്ങളെല്ലാവരും കൂടി ഇന്ന് രാത്രി കാവിലെ നാഗപ്പുറ്റ് കാണാൻ പോവാൻ തീരുമാനിച്ചോ? ദക്ഷിണ എങ്ങനെ അറിഞ്ഞു? ഞാനെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. ഈശ്വർ, നീ അതിന് ശ്രമിക്കേണ്ടെന്നാ എനിക്ക് പറയാനുള്ളത്. എന്നെ കുറിച്ചോ എന്റെ അന്വേഷണത്തെ കുറിച്ചോ ഡീറ്റെയിൽ ആയിട്ട് നിനക്കെന്തെങ്കിലും അറിയാവോ? അതൊന്നും എനിക്കറിയില്ല. ആ കാവിൽ കയറരുതെന്ന് ഇവിടുത്തെ മുത്തശ്ശി പറഞ്ഞിട്ടുള്ളതല്ലേ, പിന്നെന്തിനാ പോകുന്നത്? എന്തിനാ പോകുന്നതെന്ന് അറിയണമെങ്കിലേ ഇന്ന് രാത്രി ദക്ഷിണയെ ഞങ്ങളൊപ്പം വാ. അപ്പൊ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാവും. അതെ, ദക്ഷു വെറുതെ കൂടെ വന്നാ മതി. രാത്രി കാവിനകത്തൂടി നടക്കുന്നത് ഒരു പ്രത്യേക സുഖ. നല്ല പ്രകൃതി സൗന്ദര്യമൊക്കെ ആസ്വദിക്കാം. ദക്ഷുവിന് ഒരു കുഴപ്പവും വരാതെ ഞാൻ നോക്കിക്കോളാം. ഞാൻ വരുന്നില്ല. ഈ ഇല്ലത്തെ നിയമങ്ങൾ തെറ്റിക്കാൻ ഞാൻ തയ്യാറല്ല. എങ്കി ഇപ്പൊ ഇവിടെ നടന്ന ഈ സംസാരം ദക്ഷിണ ആരോടും പറയണ്ട. ഞാൻ നിങ്ങളോട് പറയാനുള്ളത് പറഞ്ഞു. ഞാൻ ആരോടൊന്നും പറയാൻ പോകുന്നില്ല. ഹലോ ദക്ഷു. എടാ, ഒന്ന് അല്ല, ചുമ്മാ ഇരുടാ. ഞാൻ വെറുതെ. എടാ, അവള് കുഴപ്പമുണ്ടാക്കോ? ഏയ്, അവളൊന്നും പറയില്ല എന്ന് അവൾ തന്നെ പറഞ്ഞില്ലേ. അവളുടെ നോട്ടവും ഭാവവും കണ്ടിട്ട് എനിക്കത്ര വിശ്വാസം വരുന്നില്ല. എനിക്ക് വിശ്വാസമുണ്ട്. ദക്ഷു നല്ല ഒന്നാന്തരം തറവാട്ടി പറഞ്ഞ പെണ്ണ. അവൾ ഇതൊന്നും ആരോടും പറയാൻ പോകുന്നില്ല. ഏതായാലും എന്റെ തീരുമാനത്തിന് മാറ്റങ്ങളൊന്നും. പറഞ്ഞാൽ മനസ്സിലാകാത്തവൻ അനുഭവത്തിൽ അറിയും. അവനും കൂട്ടുകാരും എന്റെ ഇരിപ്പിടമാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. അവർ അവിടേക്ക് വരാതിരിക്കാനുള്ള വഴി എന്തെങ്കിലും കാണണം. അല്ലെങ്കിൽ എന്റെ രഹസ്യം അവർ കണ്ടെത്തും. സ്വയം നാശത്തിന് ഞാൻ നിന്നു കൊടുക്കില്ല. അവർ പോകുന്നത് തടയുക തന്നെ വേണം. രേണുവെടുത്തി, എന്താ ദക്ഷിണ? ഇവിടുത്തെ കാവിൽ ആരും കയറാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താ? ദേവപ്രശ്ന വിധി പ്രകാരം കാവില് നാഗപഞ്ചമി കഴിയും വരെ ആരും കയറാൻ പാടില്ല. എന്ത് ദേവപ്രശ്നം? ഒരു നാഗം കാവില് മരണപ്പെടുകയുണ്ടായി. അതിനാൽ കാവിലൊരു അറിയിപ്പുണ്ടാവും വരെ ആരും പോവാൻ പാടില്ല. പോയാൽ ആപത്തുണ്ടാവുന്ന മുത്തശ്ശി പറഞ്ഞിരിക്കുന്നത്. ആണോ? അപ്പോ കാവിലേക്ക് ആരും പോകാൻ പാടില്ലെന്നാണല്ലേ? പക്ഷേ വൈഷ്ണവിയും കൂട്ടുകാരും കൂടി കാവിൽ പോവാൻ തയ്യാറെടുക്കുകയാണല്ലോ. എന്ത്? വൈഷ്ണവിയും കൂട്ടുകാരും കൂടി കാവിലേക്ക് പോവാൻ തയ്യാറെടുക്കുകയാണെന്നോ? എന്താ രേണുയി കേക്കണത്? കുട്ടികൾക്ക് എന്തു പറഞ്ഞാലും ഒരു അനുസരണയും ഇല്ലേ? ദക്ഷിണ ഇക്കാര്യം എങ്ങനെ അറിഞ്ഞു? ഞാൻ കേട്ടതാ. കാവിലേക്ക് പോയിക്കൂടാന്ന് വൈഷ്ണവി പറയുന്ന കേട്ടു. അവളുടെ കൂട്ടുകാർക്കാണെങ്കിൽ പോയേ പറ്റൂന്ന നിലപാടില്ല. ഒടുവിൽ വൈഷ്ണവി സമ്മതിച്ചിരിക്കുക. രേണു, നീ ഈ കാര്യം വൈഷ്ണവിയോട് പറഞ്ഞ് വിലക്കിക്കൊള്ളുക. അവരെ ആരെയും കാവിലേക്ക് വിടരുത്. രേണുവെടുത്തി, ഇക്കാര്യം ഞാനാ പറഞ്ഞതെന്ന് അവരോട് പറയല്ലേ. അതിന് ദക്ഷിണ ഉള്ള കാര്യല്ലേ പറഞ്ഞത്. പിന്നെന്താ പറഞ്ഞ? ദക്ഷിണ പറഞ്ഞതായിട്ട് നീ പറയണ്ട. ഇവൾ ഇക്കാര്യം വന്ന് നമ്മളോട് പറഞ്ഞില്ലാന്ന് വെക്ക. നമ്മൾ അറിയുമായിരുന്നോ? മുത്തശ്ശി, ഇന്ന് രാത്രിയാ അവര് കാവിലേക്ക് പോവാൻ പ്ലാനിട്ടിരിക്കുന്നത്. ആപത്തുണ്ടെങ്കിൽ അവരെ വിടല്ലേ മുത്തശ്ശി? വിടാതെ ഞാൻ നോക്കിക്കോളാം മുത്തശ്ശി. കുട്ടിയോൾ ഇപ്പൊ വന്ന് കുഴപ്പമുണ്ടാക്കി അടങ്ങൂന്ന് വന്നിരിക്കുകയാണല്ലോ രേണു. ഇനി ഇപ്പൊ എന്താ ചെയ്യാ? എന്താ മുത്തശ്ശി? വൈഷ്ണവി, നിന്നോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. എന്താ കാര്യം? നീ കൂട്ടുകാരെയും വിളിച്ച് കാവിലേക്ക് പോവരുത്.
കൂട്ടുകാരുമായി ഞാൻ കാവിലേക്ക് പോകുന്ന മുത്തശ്ശിയോട് ആര് പറഞ്ഞു? ആരും പറഞ്ഞതുകൊണ്ടല്ല. നിന്റെ ഫ്രണ്ട്സിന് ഇവിടുത്തെ ദേവപ്രശ്നത്തിന്റെ ഗൗരവമൊന്നും അറിയില്ലല്ലോ. അവരത് അവഗണിച്ച് കാവില് പോവാൻ ശ്രമിച്ചേക്കും. നീ അതിന് സമ്മതിക്കരുതെന്നാ മുത്തശ്ശി പറഞ്ഞത്. ഇവരെന്തോ അറിഞ്ഞിരിക്കുന്നു. വൈഷ്ണവി പറഞ്ഞത് കേട്ടല്ലോ. നീ നിന്റെ കൂട്ടുകാരുടെ ഇക്കാര്യം പറഞ്ഞേക്ക്. രേണുവെടുത്തി, ഞങ്ങൾ കാവില് പോകുന്ന കാര്യം മുത്തശ്ശി എങ്ങനെ അറിഞ്ഞു? അപ്പൊ പോവാൻ ഉദ്ദേശം ഉണ്ടായിരുന്നു അല്ലേ? അതൊന്നും വേണ്ട. നീ അവരെയും കൊണ്ട് കാവിൽ പോവരുത്, മനസ്സിലായോ? എന്റെ ഈശ്വര, കുഴപ്പമായല്ലോ. ഈശ്വരന് ഞാൻ പറഞ്ഞ പിന്മാറിയില്ല. മുത്തശ്ശി രേണുവെടുത്തി അറിയുകയും ചെയ്തു. ആരും അറിയാതെ അവൻ പോവുക തന്നെ ചെയ്യും. പിന്തിരിപ്പിച്ചാലും അവനെന്റെ ഇരിപ്പിടം തേടി വരുമല്ലേ. ആപത്തുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വാസമില്ലാത്തവൻ ആപത്തിലേക്ക് തന്നെ വരട്ടെ. ആപത്തെന്താണെന്ന് സ്വയം അനുഭവിക്കട്ടെ. ദക്ഷകി കാവിനകത്ത് സഞ്ചരിക്കുമ്പോൾ അതുവഴി ആര് വന്നാലും ദക്ഷകി അവരുടെ അന്തകിയായി തീരും.